വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകം ദുരന്തമാണ്. കൂട്ടക്കൊലപാതകത്തിന് ഇരയായവരെല്ലാം കേരളത്തിന്റെ വിങ്ങുന്ന ഓർമ്മയാണ്. കേരളമൊട്ടുക്ക് തകതപിക്കുന്നു ഇവർക്ക് വേണ്ടി. പ്രതി അഫാൻ എല്ലാം പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത, ആ സാമ്പത്തിക ബാധ്യത ഒരിക്കലും തീരില്ലെന്ന് അവൻ വിചാരിച്ചു. കാമുകിയെ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന് ഒരു ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവന് തോന്നി. ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയിൽ അവൻ കൊന്നുതള്ളി 5 പേരെ. അവന്റെ വലിയച്ഛനെ കൊന്നതിന് അവൻ ന്യായം പറയുന്നുണ്ട്. അവൻ ഓരോന്നിനും ഓരോ ന്യായം പറയുന്നുണ്ട്. വലിയച്ഛൻ അവനെ എപ്പോഴും അവന്റെ കുടുംബത്തെ ശാസിക്കുമായിരുന്നു. അവന്റെ ആഡംബര ജീവിതത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിലൊക്കെയുള്ള വൈരാഗ്യമാണ് അവന്റെ വലിയച്ഛനെയും വലിയമ്മയും കൊല്ലാൻ കാരണമായി മാറിയത്. എല്ലാം അവൻ പോലീസിനോട് തുറന്ന് പറഞ്ഞു. അതിനിടയിൽ ചില കുത്തിത്തിരിപ്പ് സംഗീ ചാനലുകൾ, അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിന്റെ പേര് പറയാൻ എന്റെ നാവ് അറയ്ക്കുന്നു. അവർ പറയുന്നത് ഈ അഫാന് പിന്നിൽ മുസ്ലിം തീവ്രവാദികളെന്നാണ്. വെഞ്ഞാറമൂട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടെന്നാണ്. വെഞ്ഞാറമൂട് എന്ന പ്രദേശം എനിക്ക് നന്നായി അറിയാവുന്ന പ്രദേശമാണ്. അവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ആം ആദ്മി ഉണ്ട്. ആം ആദ്മി പാർട്ടി ഓഫീസിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. വെഞ്ഞാറമൂട്ടിൽ പോകാറുണ്ട്. പക്ഷെ അവിടെ വർഗീയവാദികളുള്ളതായിട്ട് എനിക്കറിയില്ല. SDPI ഉണ്ട്, ശക്തവുമല്ല. ഈ പാങ്ങോട് ആ ഭാഗങ്ങളെ പോലെ വെഞ്ഞാറമൂട്ടിൽ ശക്തവുമല്ല. ഇപ്പോ അഫാന് പിന്നിൽ മുസ്ലിം തീവ്രവാദി സംഘമാണെന്ന്, അഫാൻ പരിശീലനം നേടിയ തീവ്രവാദിയാണെന്ന്, എന്താ പറയുക, ആൾക്കാരെ കൊല്ലുന്നതിൽ പരിശീലനം നേടിയ തീവ്രവാദിയാണെന്നും ഒക്കെയാണ് അടിച്ചുവിടുന്നത്. ഈ യൂട്യൂബ് ചാനലുകൾ പ്രസരിപ്പിക്കുന്ന വിഷം അത് സമൂഹത്തെ മലിനമാക്കുന്നു. സംഭവം ഇതൊന്നും അല്ല. ഞാൻ വെഞ്ഞാറമൂട്ടിലെ പോലീസുകാരുമായിട്ട് സംസാരിച്ചിരുന്നു. അഫാന്റെ നാട്ടുകാരുമായി സംസാരിച്ചിരുന്നു. ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ള നാടാണ് എനിക്ക് വെഞ്ഞാറമൂട്. അവരെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നു, ഈ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. 12ഓളം പേരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഒരാളിൽ നിന്ന് കടം വാങ്ങും, ആ കടം തിരിച്ചു കൊടുക്കാൻ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങും. ഇങ്ങനെ റോൾ ചെയ്താണ് ജീവിച്ചിരുന്നത്. അവന്റെ വാപ്പ റഹീം, അദ്ദേഹം സൗദി അറേബ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹത്തിന് 1 കോടി രൂപയോളം ബാധ്യതയുണ്ട്. ഈ അഫാന്റെ അമ്മ പലരിൽ നിന്നായി 65 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. ഈ കൊല നടത്തുന്നതിനിടയിലും ഒരാൾക്ക് 40,000 രൂപ കടം വാങ്ങിയ ഒരാൾക്ക് 40,000 രൂപ അവൻ അയച്ചു കൊടുത്തു. പോലീസ് പഴുതടച്ച് തന്നെയാണ് അന്വേഷണം നടത്തിയത്. പഴുതടച്ച് അന്വേഷണം നടത്തിയപ്പോൾ വ്യക്തമായി ഈ കുടുംബം തന്നെ കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. കൂട്ടാത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു നിലയിലായിരുന്നു കുടുംബം. പക്ഷെ അത് നടന്നില്ല. കൂട്ടാത്മഹത്യ ചെയ്ത് പരാജയപ്പെട്ടാൽ, ഒരാളെങ്കിലും ജീവിച്ചാൽ അയാൾ സമൂഹത്തിൽ അനാഥനായി പോകും, പരിഹസിക്കപ്പെടും എന്നൊക്കെയുള്ള ചിന്തയാണ് ഈ 23-കാരനായ ഈ ചെറുക്കന് തോന്നിയത്. 2, അവന്റെ ലഹരി ഉപയോഗമാണ്. എന്തായാലും മദ്യലഹരിയിൽ ഇത്രയും കൊലപാതകം ചെയ്യാൻ അവന് പറ്റില്ല. മറ്റേതെങ്കിലും ലഹരി അവൻ ഉപയോഗിച്ചിരിക്കാം. അതൊക്കെ കണ്ടുപിടിക്കാം. അതൊക്കെ അന്വേഷണ സംഘം കണ്ടുപിടിക്കാം. അവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഈ കൊലപാതകത്തെ മുൻനിർത്തി ഇവിടെ മുസ്ലിം തീവ്രവാദം വളർന്നു വരുന്നു. വെഞ്ഞാറമൂട്ടിൽ പോപ്പുലർ ഫ്രണ്ടുണ്ട് എന്നൊക്കെ പറയുന്ന ചാനലുകളുടെ ആ വിഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്ത ഇവിടെ അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ പേടി തോന്നുന്നു. ഇവനൊരു തീവ്രവാദിയാണ്, തീവ്രവാദ പരിശീലനം ലഭിച്ചിരുന്നു, ഇവന്റെ രാത്രിയിലുള്ള യാത്ര ദുരൂഹമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തള്ളിവിടുകയാണ് സംഗീ ചാനലുകൾ. കൂട്ടമരണം ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് വേണ്ടത്. ആ ദുരന്തമോർത്ത് നമ്മൾ പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്.
അഫാന്റെ കുടുംബം സാമ്പത്തികമായി ഒരു കാലത്ത് നല്ല രീതിയിൽ ജീവിച്ച കുടുംബമായിരുന്നു. പിന്നീട് അവന്റെ വാപ്പയുടെ ബിസിനസ് തകർന്നപ്പോൾ, അദ്ദേഹത്തിന് കടക്കണി വന്നപ്പോൾ, അവന് അവന്റെ 23 വയസ്സുള്ള ഒരു പയ്യൻ പക്വതയില്ലാത്ത ഒരു ചിന്തയിലേക്ക് പോകും എന്ന് പറയുന്നത് പോലെ അവൻ പക്വതയില്ലാത്ത ഒരു ചിന്തയിലേക്ക് പോയി. പിന്നെ അവൻ ലഹരിക്ക് അടിമയായിരുന്നു എന്നത് മദ്യലഹരിക്കല്ല, മറ്റേതെങ്കിലും ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളത് ഇനി പോലീസ് കണ്ടെത്തും. മറ്റേതെങ്കിലും ലഹരിക്ക് അടിമയായിരുന്നു എന്ന് തന്നെയാണ് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം അല്ലാതെ ഇത്രയും കൂളായി കൊലപാതകം ചെയ്യാൻ പറ്റില്ല. സിന്തറ്റിക് ലഹരികൾ കേരളത്തിൽ സജീവമാണ്. അതവൻ ഉപയോഗിക്കുന്നുണ്ടാകാം, അത് തന്നെയാണ് എന്റെയും സംശയം. അല്ലാതെ മദ്യലഹരിയിൽ പോയി ഇത്രയും പേരെ കൊല്ലേണ്ട ഒരു ചങ്കുറപ്പ് അവനുണ്ടായില്ല. മദ്യത്തിന്റെ ലഹരി മാത്രമല്ല, വേറെ ഏതോ ലഹരി അവൻ ഉപയോഗിച്ചിരിക്കാം, അല്ലെങ്കിൽ അവന്റെ മനസ്സൊരു ഭ്രാന്താവസ്ഥയിലേക്ക് പോയിരിക്കാം. മുമ്പ് അവൻ എലിവിഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവവും ഇപ്പോൾ പുറത്തു വരുന്നു. ഒരു പുതിയ മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ടാണ്, അവൻ ആവശ്യപ്പെട്ട മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ടാണ് അവൻ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞു വേണം വളർത്താൻ. അത് അവരെ മനസ്സിലാക്കി വേണം വളർത്താൻ. അഫാനെയും അവന്റെ അനുജനെയും ഒന്നും അവന്റെ മാതാപിതാക്കൾ അങ്ങനെ വളർത്തിയില്ല. ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ താങ്ങാനുള്ള ചങ്കുറപ്പ് അഫാനില്ലാതായിപ്പോയി. അതാണ് സത്യം. അതിനെ മുസ്ലിം തീവ്രവാദിയാണ് അഫാൻ, അവന് തീവ്രവാദ പരിശീലനം ലഭിച്ചുവെന്ന് 4-5 സംഘി ചാനലുകൾ ഇരുന്ന് പറയുമ്പോൾ സത്യം പറയട്ടെ, ലജ്ജ